Good morning, students. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് 11A. Establish the validity of the arguments by the method of proof by contradiction. ഇവിടെ നമുക്ക് 4 premises തന്നിട്ട് അതിന്റെ ബേസിക് കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ്. കോൺട്രഡിക്ഷൻ മെത്തേഡിലാകുമ്പോൾ എന്താണോ കൺക്ലൂഷൻ, ആ കൺക്ലൂഷന്റെ നെഗേഷൻ നമ്മൾ ഒരു അഡീഷണൽ പ്രമിസ് ആയിട്ട് എടുക്കണം. ഇവിടെ 4 premises ഉണ്ട്. അതിന്റെ കൂടെ ഒരു premise കൂടി വരും. കൺക്ലൂഷന്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ നെഗേഷൻ പിയുടെ കൺക്ലൂഷൻ, നെഗേഷൻ എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഓഫ് നെഗേഷൻ ബൈ പി. അപ്പൊ 5 premises ഉപയോഗിച്ച് നമ്മളൊരു കോൺട്രഡിക്ഷനിലേക്ക് അറൈവ് ചെയ്യണം. അങ്ങനെ അറൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന കൺക്ലൂഷൻ വാലിഡ് ആണെന്ന് പറയാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്, ആദ്യത്തെ കോളത്തിലെ സ്റ്റെപ്പ് നമ്പർ, സെക്കൻഡ് കോളത്തിലെ സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ കോളത്തില് റീസൺ. 3 കോളം. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് 4 premises തന്നിട്ട് ഒരു അഡീഷണൽ premise. ആ അഡീഷണൽ premise നമ്മൾ ആദ്യം എടുക്കാം. നെഗേഷൻ തന്നിരിക്കുന്ന കൺക്ലൂഷന്റെ നെഗേഷൻ നമ്മൾ അഡീഷണൽ premise ആയിട്ട് എടുത്തു. തന്നിരിക്കുന്ന കൺക്ലൂഷന്റെ നെഗേഷൻ നമ്മൾ അഡീഷണൽ premise ആയിട്ട് എടുത്തു. ഇതാണ് അസ്യൂംഡ് premise. Assumed premise. Negation of conclusion. Conclusionന്റെ നെഗേഷൻ നമ്മൾ അഡീഷണൽ premises ആയിട്ട് എടുത്തു. നെഗേഷൻ പി എങ്ങനെ എഴുതാം? പി എന്ന് എഴുതാം. കാരണം എന്താണ്? ഡബിൾ നെഗേഷൻ വരുമ്പോൾ അത് പി ആയിട്ട് മാറും. തേർഡ് സ്റ്റെപ്പ്, നമുക്ക് പ്രമിസ് എടുക്കാം. പ്രമിസ് ഞാൻ രണ്ടാമത്തെ ആർ കണ്ടീഷൻ നെഗേഷൻ ടു. ഇത് പ്രമിസസ് ആണ്. ആർ കണ്ടീഷൻ നെഗേഷൻ. ഇനി അതുപോലെ അടുത്ത പ്രമിസ് എസ് കണ്ടീഷൻ നെഗേഷൻ ടു. ഇതും പ്രമിസസ് ആണ്. ഇനി നമുക്ക് ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. പി ടു ആർ Q to R, P to R, Q to R ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? P or Q കണ്ടീഷൻ R എന്ന് എഴുതാം. ഇത് പ്രൂഫ് ബൈ കേസസ് ആണ്. പ്രൂഫ് ബൈ കേസസ്. അപ്പൊ ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഈ 3നെ 4നെ നമുക്ക് കണക്ട് ചെയ്യാം. R കണ്ടീഷൻ നെഗേഷൻ Q, S കണ്ടീഷൻ നെഗേഷൻ Q, അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ROS. ROS കണ്ടീഷണൽ, ആറിന്റെ സ്ഥാനത്ത് നെഗേഷൻ ടു. അപ്പൊ നമ്മളിവിടെ ചെയ്ത് പ്രൂഫ് ബൈ കേസസ്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് 3, 4. ഇനി നമുക്ക് അടുത്ത പ്രമിസ് എടുക്കാം. ROS. ഇത് പ്രമിസ് ആണ്. ഇനി 5ഉം 6ഉം നമുക്ക് കണക്ട് ചെയ്യാം. ROS കണ്ടീഷൻ നെഗേഷൻ ടു കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് നമുക്ക് നെഗേഷൻ ടു എന്ന് കിട്ടും. നെഗേഷൻ ടു അത് ഏതാണ്? മോഡസ് പോനസ് ആണ്. മോഡസ് പോനസ്. ഏത് സ്റ്റെപ്പ് ഒക്കെയാണ്? സ്റ്റെപ്പ് 5ഉം 6. സ്റ്റെപ്പ് 5, 6 കണക്ട് ചെയ്തു. ROS കണ്ടീഷൻ നെഗേഷൻ ടു. ROS കണ്ടീഷൻ നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഫോർമുല ഏതാണ്? നമ്മൾ ഉപയോഗിച്ച ഫോർമുല P കണ്ടീഷൻ ക്യൂ അല്ലെ? P കണ്ടീഷൻ ക്യൂ ROS കണ്ടീഷൻ നെഗേഷൻ ക്യൂ. ROS എന്ന് പറഞ്ഞാൽ എന്താണത്? ക്യൂ ആണ്. മോഡസ് പോനസ് ക്യൂ. P കണ്ടീഷൻ ക്യൂ, P എന്ന് പറഞ്ഞാൽ ഇപ്പൊ ROS കണ്ടീഷൻ നെഗേഷൻ ടു. ROS എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെഗേഷൻ ക്യൂ എന്ന്. ഇനി നമുക്ക് അടുത്ത പ്രമിസ് എടുക്കാം. 8ാമത്തെ P കണ്ടീഷൻ ക്യൂ. ഇത് പ്രമിസ് ആണ്. ഈ പ്രമിസ് എടുത്തു, ROS എടുത്തു. എല്ലാ പ്രമിസും നമ്മൾ എടുത്തു. P കണ്ടീഷൻ. ഇത് നമുക്ക് 7ഉം 8ഉം P കണ്ടീഷൻ ക്യൂ, നെഗേഷൻ ക്യൂ, ഈ 2 പ്രമിസുകൾ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? P കണ്ടീഷൻ ക്യൂ, നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ നെഗേഷൻ P ആണ്. നെഗേഷൻ P. മോഡസ് ടോളറൻസ്.
മോഡസ് ടോളറൻസ്. ഏതൊക്കെ കണക്ട് ചെയ്ത് സ്റ്റെപ്പ് 7 ഉം 8 കൂടെ കണക്ട് ചെയ്തു. പി കണ്ടീഷൻ 2 നെഗേഷൻ 2 ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെഗേഷൻ പി എന്ന് കിട്ടും. അത് നമ്മുടെ ഫോർമുല എന്താണ്? പി കണ്ടീഷൻ 2 നെഗേഷൻ 2 പി കണ്ടീഷൻ 2 നെഗേഷൻ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്? നെഗേഷൻ പി ആണ്. അത് മോഡസ് ടോളറൻസ് ആണ്. അപ്പൊ നെഗേഷൻ പിയിലേക്ക് എത്തിച്ചത്. ഇനി നമുക്ക് പി നമ്മുടെ കയ്യിലുണ്ട്, 2 ഉണ്ട്. ഈ 2 9 കണക്ട് ചെയ്യാം. 10 നമുക്ക് എന്ത് കിട്ടാം? പി ആൻഡ് നെഗേഷൻ പി. പി ആൻഡ് നെഗേഷൻ പി. അപ്പൊ അത് കൺജക്റ്റീവ് റൂൾ ആണ്. കൺജക്റ്റീവ് റൂൾ. കൺജക്റ്റീവ് റൂൾ സ്റ്റെപ്പ് 2 ഉം 10. സ്റ്റെപ്പ് 2 ഉം 10 കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10ാമത്തെ പി ആൻഡ് നെഗേഷൻ പി കിട്ടി. പി ആൻഡ് നെഗേഷൻ പി. 11 എന്താണ്? പി ആൻഡ് നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ എഫ് ആണ്. ഒരു കോൺട്രാക്ഷനിലേക്ക് അറൈവ് ചെയ്ത് എഫിലേക്ക് അറൈവ് ചെയ്തു. therefore 12ാമത്തെ സ്റ്റെപ്പ് എന്താണ്? അപ്പൊ ഇവിടെ 11 കിട്ടിയിരിക്കുന്നത് എഫ് ആണ്. therefore ഇൻവേഴ്സ് ലോ സ്റ്റെപ്പ് 10 ഇൻവേഴ്സ്. ഇനി അടുത്തത് നമുക്ക് എന്താണ്? ഇവിടെ എഫ് കിട്ടിയത് കൊണ്ട് നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? 12. therefore 12 എന്ന് പറയുന്നത് നെഗേഷൻ പി എന്നുള്ളത് വാലിഡ് ആണ്. therefore മെത്തേഡ് ഓഫ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. കാരണം എന്താണ്? മെത്തേഡ് ഓഫ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. മെത്തേഡ് ഓഫ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. പ്രൂവ് ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമുക്കിവിടെ 4 പ്രമിസസ് ആണ് തന്നിരിക്കുന്നത്. നമുക്കൊരു കൺക്ലൂഷൻ തന്നിരിക്കുന്നത്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ മെത്തേഡ് ഓഫ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ കോൺട്രഡിക്ഷൻ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കൺക്ലൂഷന്റെ നെഗേഷൻ നമ്മൾ ഒരു അഡീഷണൽ പ്രമിസ് ആയിട്ട് എടുക്കണം. അപ്പൊ 4 പ്രമിസിനോട് ഒരു പ്രമിസും കൂടി അഡീഷൻ ആയിട്ട് വന്നു. അത് നമ്മൾ ആദ്യം എടുത്തു. നെഗേഷൻ അസ്യൂംഡ് പ്രമിസ് ആണ്. നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഡബിൾ നെഗേഷൻ പി ആണ്. ഈ 4 പ്രമിസ് ഏത് പ്രമിസ് വേണമെങ്കിൽ നമുക്ക് ആദ്യം എടുക്കാം. എല്ലാ പ്രമിസും എടുത്തിരിക്കണം. നമ്മൾ ആർ കണ്ടീഷൻ നെഗേഷൻ ക്യൂബ്, എസ് കണ്ടീഷൻ നെഗേഷൻ ക്യൂബ് എടുത്തു. ഇത് രണ്ടും പ്രൂഫ് ബൈ കേസസ് ഉപയോഗിച്ച് ആർ ഓർ എസ് കണ്ടീഷൻ നെഗേഷൻ ക്യൂബ് എഴുതി. പ്രൂഫ് ബൈ കേസസ് എന്താണ്? പി കണ്ടീഷൻ ആർ, ക്യൂ കണ്ടീഷൻ ആർ, പി ഓർ ക്യൂ കണ്ടീഷൻ ആർ. പ്രൂഫ് ബൈ കേസസ് ആണ്. കണക്ട് ചെയ്ത് ആർ ഓർ എസ് കണ്ടീഷൻ നെഗേഷൻ ക്യൂബ് എഴുതി. ഇനി അടുത്ത പ്രമിസ് എടുത്ത് ആർ ഓർ എസ് എടുത്തു. ഈ 5ഉം 6ഉം കൂടി കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെഗേഷൻ ക്യൂബ്. പി കണ്ടീഷൻ ക്യൂ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ്. അപ്പൊ നമുക്ക് ആർ ഓർ എസ്. അപ്പൊ നെഗേഷൻ ക്യൂ കിട്ടി. ആർ ഓർ എസും ഇത് കണക്ട് ചെയ്തപ്പോ നെഗേഷൻ ക്യൂ സ്റ്റെപ്പ് 5, 6. ഇനി നമ്മൾ അടുത്ത പ്രമിസ് എടുത്ത് പി കണ്ടീഷൻ ക്യൂ. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തപ്പോ നെഗേഷൻ പി കിട്ടി. മെത്തേഡ് ഓഫ് മോഡൽസ് ടോളറൻസ്. അതിനുശേഷം ഈ 2ാമത്തെയും 9ാമത്തെയും കണക്ട് ചെയ്ത് പി ആൻഡ് നെഗേഷൻ കൺജക്റ്റീവ് റൂൾ സ്റ്റെപ്പ് 2 ആണ്. പി ആൻഡ് നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അപ്പൊ എഫിലേക്ക് എത്തിച്ചേർന്നു. therefore നെഗേഷൻ പി. ഫൈനലി നെഗേഷൻ പി കിട്ടി. ദിസ് മെത്തേഡ് ഓഫ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ സ്റ്റെപ്പ്, സെക്കൻഡ് കോളത്തിൽ സ്റ്റേറ്റ്മെന്റ്, അടുത്ത കോളത്തിൽ നമ്മള് റീസൺ, പിന്നെ അത്യാവശ്യം ഫോർമുലാസ് ഒക്കെ അവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ എഴുതി പഠിക്കുക വെരി ഇമ്പോർട്ടന്റ് ആണ്. എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ ഫോർമുലാസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നോളൂ, സ്റ്റോർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ.